Hi all, welcome to XandY Learning. നമ്മൾ കെമിസ്ട്രിയിലെ 9th സ്റ്റാൻഡേർഡിലെ ആനുവൽ എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഷുവർ ഷോർട്ട്സ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ 3 ചാപ്റ്ററുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ആദ്യം ഇറക്കിയിരുന്നു. പാർട്ട് 2-ലെ ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 2-ലെ അവസാനത്തെ 3 ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ഷുവർ ഷോട്ടിൻ്റെ ഒരു സീരീസ് നമ്മൾ ഇറക്കിയത്. പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ആദ്യം പോയി ഒന്ന് കാണുക. ഇന്ന് നമ്മൾ ഇനിയുള്ള ബാക്കിയുള്ള ഫസ്റ്റ് പാർട്ടിലെ 4 ചോദ്യങ്ങളെ 4 ചെറിയ വീഡിയോകളാക്കിയിട്ടാണ് നമ്മുടെ ഷുവർ ഷോർട്ട്സ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലെ നമുക്ക് ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ എടുക്കുന്നത്. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾ ഓരോ ചോദ്യങ്ങളും കാണുമ്പോഴും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉത്തരം നമുക്ക് അറിയുമോ എന്ന് സെൽഫ് ചെക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള 1ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. 1ാമത്തെ ചോദ്യം, ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, വൈ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദിച്ചൊരു ചോദ്യമാണിത്. ആറ്റത്തിന് നമുക്കറിയാം പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുമുണ്ട്. അതിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ എത്രയുണ്ടോ അതേ എണ്ണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ആറ്റത്തിനുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നെറ്റ് ചാർജ്, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 3 പോസിറ്റീവ് 3 നെഗറ്റീവ്, ടോട്ടൽ ചാർജ് എപ്പോഴും 0 ആയിരിക്കും, അഥവാ ന്യൂട്രൽ ആയിരിക്കും. എന്നാൽ നമുക്കറിയാം, ഒരു രാസബന്ധനം നടക്കുന്ന സമയത്ത്, കെമിക്കൽ ബോണ്ടിങ് നടക്കുന്ന സമയത്ത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് വരും. സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ Na+ എന്ന് നമ്മൾ എഴുതാനുള്ള കാരണം എന്താണ്? അതിലെ ഒരു ഇലക്ട്രോൺ പോയി 2 നെഗറ്റീവും 3 പോസിറ്റീവും. ആ സോഡിയത്തിൻ്റെ കാര്യമാണെങ്കിൽ 10 നെഗറ്റീവുകളും 11 പോസിറ്റീവുകളും ഉണ്ടാവും. കാരണം സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സോഡിയം പ്ലസ് എന്ന് എഴുതുന്നത്. എന്നാൽ ചില ആറ്റങ്ങൾ മഗ്നീഷ്യമൊക്കെ ആണെങ്കിൽ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ നമ്മൾ മഗ്നീഷ്യം 2+ എന്നാണ് എഴുതാറുള്ളത്. ഫ്ലൂറിൻ, ക്ലോറിൻ പോലുള്ള ആറ്റങ്ങളിൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ആ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് വരും. ക്ലോറിൻ നമ്മൾ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ Cl- എന്ന് എഴുതും. ഓക്സിജൻ ആണെങ്കിൽ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ 2- എന്ന് എഴുതും. ഇങ്ങനെ ചാർജുള്ള ആറ്റങ്ങളെ നമ്മൾ വിളിച്ച പേരായിരുന്നു അയോണുകൾ, അയോൺസ് എന്നാണ് വിളിക്കാറുള്ളത്. എന്നാൽ ആറ്റങ്ങൾക്ക് എന്തില്ല, ചാർജ്, ടോട്ടൽ ചാർജ് 0 ആയതിനാൽ അവർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നാണ് നമ്മൾ പറയാറുള്ളത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. ആറ്റത്തിൻ്റെ മാസ് നമ്പർ 31 എം ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ആദ്യത്തെ ചോദ്യം, ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. മക്കളെ, എം ഷെൽ എന്ന് പറയുമ്പോൾ KLM, 3ാമത്തെ ഷെല്ലാണ് എം ഷെൽ, അതിലാണ് 5 ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം വളരെ എളുപ്പത്തിൽ കിട്ടും. 1ാമത്തെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ, 2ാമത്തേതിൽ 8 ഇലക്ട്രോൺ, 3ാമത്തേതിലാണ് 5 ഇലക്ട്രോൺ ഉള്ളത്. സോ എ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം 2,8,5 എന്നായിരിക്കും വരിക. ഇതിൻ്റെ അറ്റോമിക നമ്പർ എത്ര? എല്ലാ ഇലക്ട്രോണിൻ്റെയും എണ്ണം കൂട്ടി നോക്കിയാൽ മതി. 2ഉം 8ഉം 10, 10ഉം 5ഉം 15 ആയിരിക്കും ഇതിൻ്റെ അറ്റോമിക നമ്പർ. ഇതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ന്യൂട്രോണിൻ്റെ എണ്ണം കാണാൻ, നമ്പർ ഓഫ് ന്യൂട്രോൺ കാണാനുള്ള എളുപ്പ വഴി എന്താ മക്കളെ? മാസ് നമ്പർ എത്രയാണോ, മാസ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എ എന്നാണ്, മൈനസ് അറ്റോമിക നമ്പർ. A- Z ആയിരുന്നു. മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ മൈനസ് ചെയ്താൽ മതി. മാസ് നമ്പർ 31 31-ൽ നിന്നും അറ്റോമിക നമ്പറായ 15 നമ്മൾ കുറയ്ക്കുന്നു. 31 - 15 16 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഉത്തരമായിട്ട് വന്നിട്ടുണ്ടാവുക. റെഡിയല്ലേ? ഈസി അല്ലേ? ആറ്റത്തിൻ്റെ ബോർ മാതൃക ചിത്രീകരിക്കുക. ബോർ മാതൃക ചിത്രീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. എങ്ങനെയാണ് ബോർ മാതൃക നമ്മൾ ചിത്രീകരിക്കുന്നത്? ബോർ മാതൃക വരക്കുമ്പോൾ സെൻറ്റർ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒരു ന്യൂക്ലിയസ് നമ്മൾ വരച്ചിട്ടുണ്ടാകും, അല്ലേ? സെൻറ്റർ പാർട്ടിൽ നമ്മൾ ന്യൂക്ലിയസ് വരക്കും. എന്നിട്ടോ അതിന് ചുറ്റും ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകൾ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്കറിയാം 16 ന്യൂട്രോണുകളാണുള്ളത്. 16 ന്യൂട്രോൺ എന്ന് നമ്മൾ എഴുതുന്നു. 16 N.
എത്ര പ്രോട്ടോൺ ഉണ്ട്? പ്രോട്ടോൺ അറ്റോമിക നമ്പറിന് തുല്യമാണ്. അപ്പോൾ 15 പ്രോട്ടോണുകൾ ഉണ്ടാകും. പ്രോട്ടോണും ന്യൂട്രോണുമാണ് മക്കളെ എവിടെയുള്ളത്? ന്യൂക്ലിയസിനകത്തുള്ളത്. അപ്പോൾ 16 ന്യൂട്രോൺ 15 പ്രോട്ടോൺ എന്നുള്ളത് ന്യൂക്ലിയസിനകത്തുണ്ട്. ഞാൻ ന്യൂക്ലിയസ് വരച്ചു കഴിഞ്ഞു. ഇനി ഷെല്ലുകളാണ് വരക്കുന്നത്. 3 ഷെല്ലുണ്ടായിരുന്നു. ഒന്നാമത്തെ ഷെല്ലിൽ നമുക്കറിയാം 2 ഇലക്ട്രോൺ ആണ്. 2 ഇലക്ട്രോണിനെ ഞാൻ വരച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. 8 ഇലക്ട്രോണിനെയും ഞാനിതാ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനിയോ മൂന്നാമത്തെ ഷെല്ലിൽ ഞാൻ വരച്ചിരിക്കുന്നു. അതിൽ എത്ര ഇലക്ട്രോൺ? 5 ഇലക്ട്രോൺ ആണുള്ളത്. 1 2 3 4 5 ഇലക്ട്രോൺസിനെ ഞാൻ വരച്ചിരിക്കുന്നു. ഇതാണ് അവയുടെ ബോർ മാതൃകയായിട്ടുള്ളത്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലും ബാക്കി ഇലക്ട്രോണുകൾ ഷെല്ലിലായിട്ടാണ് നമ്മൾ വരക്കുന്നത്. അത് കൃത്യമായി വരക്കാൻ ഏതൊരു ആറ്റത്തിൻ്റെയും ബോർ മാതൃക ചോദിച്ചാൽ കൃത്യമായി വരക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇതേ ചോദ്യങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാം കേട്ടോ, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ. ഓക്കെ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യമായി വന്നിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2022 ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, നോക്കാം നമുക്ക്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? അല്ലേ, റൂദർഫോർഡ് ആയിരുന്നു. റൂദർഫോർഡ് ആണ് ഇതിൻ്റെ എ എന്നുള്ളതിൻ്റെ ശരിയായ ഉത്തരം. ഇലക്ട്രോൺ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ജെ തോംസൺ ആണ് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുണ്ടാവുക. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഇത് എളുപ്പ വഴി നമുക്ക് പഠിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? പെൻ RTC എന്ന് പഠിച്ചു വെച്ചാൽ മതി. പെന്ന് വരയ്ക്കുക. ദെൻ RTC അല്ലേ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ, ടി ആണ് വരിക. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്കിന്റെ C നമ്മൾ എഴുതും അല്ലെ. ചാഡ്വിക്കിന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത് അല്ലെ, ചാഡ്വിക്. അപ്പോൾ C എന്നുള്ളതാണ് ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ലെറ്റർ നോക്കിയാൽ പെൻ RTC എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തെറ്റാതെ ഉത്തരം കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ സബ് അറ്റോമിക് പാർട്ടിക്കിൾസുകൾ, ആറ്റത്തിനകത്തുള്ള ഈ പറഞ്ഞ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണുകളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം. ആരാണ് കണ്ടുപിടിച്ചത്? എവിടെയാണ് അതിൻ്റെ സ്ഥാനം? അതിന് മാസ് ഉണ്ടോ, ചാർജ് ഉണ്ടോ? കൃത്യമായൊരു ധാരണ നമുക്ക് വേണം. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ മക്കളെ? നോക്കാം നമുക്ക്. പ്രോട്ടോൺ ഉണ്ട്, ഇവിടെ ആരെയെ കുറിച്ച് പറയുന്നുണ്ട്, ന്യൂട്രോണും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഉത്തരം ആരായിരിക്കും? ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടാവുക ഇലക്ട്രോണിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇലക്ട്രോൺ. ഓക്കെ, ശരി. ആദ്യം പറയുന്നത് ചാഡ്വിക് എന്ന് മാത്രമാണ് തന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആയിരുന്നു, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആയിരുന്നു. റൂദർഫോർഡ്. ദെൻ രണ്ടാമത്തത് നെഗറ്റീവ് ചാർജ് ആണ് തന്നിട്ടുണ്ട് ഇലക്ട്രോൺ. സ്വാഭാവികമായിട്ട് നമുക്കറിയാം പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല അല്ലെങ്കിൽ 0 ചാർജ് ആണ്. മാസ് ഉണ്ട് ന്യൂട്രോണിന് എന്ന് പറയുന്നുണ്ട്. ആർക്ക് മാസ് ഉണ്ട്? പ്രോട്ടോണിനും മാസ് ഉണ്ട്. പ്രോട്ടോൺ ഹാവ് മാസ് അല്ലേ, പ്രോട്ടോണിനും മാസ് ഉണ്ട്. എന്നാൽ ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ നെഗ്ലിജിബിൾ ആണ്. മാസ് പൊതുവെ ഇല്ല എന്നാണ് പറയാറുള്ളത്. മാസ് ഉണ്ടോ വെച്ചാൽ മാസ് ഉണ്ട്, പക്ഷേ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും താരതമ്യം ചെയ്യുമ്പോൾ മാസ് വളരെ വളരെ കുറവാണ് ഇലക്ട്രോണിന്. അഥവാ അതിനെ പരിഗണിക്കാൻ മാത്രമില്ല, നെഗ്ലിജിബിൾ ആണെന്ന് പറയും. കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് നമ്മൾ നേരത്തെ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. നീറ്റ്. ഓക്കെ, ഇനി എവിടെയാണ് അതിൻ്റെ സ്ഥാനമായിട്ടുള്ളത്? സ്ഥാനം ന്യൂക്ലിയസിലാണ് ന്യൂട്രോണിൻ്റെ സ്ഥാനമായിട്ടുള്ളത്. ഇലക്ട്രോണിൻ്റെ സ്ഥാനം നമുക്കറിയാം ഷെല്ലിലാണുള്ളത്. പ്രോട്ടോണിൻ്റെ സ്ഥാനം എവിടെയാണുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ന്യൂക്ലിയസിലാണ് ഉള്ളത്. അപ്പോൾ കൃത്യമായി ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഓരോന്നിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് സിമ്പലുകൾ തന്നിട്ടുണ്ട്. ഓരോ ആറ്റങ്ങളും അതിൻ്റെ അറ്റോമിക നമ്പർ കണ്ടുപിടിക്കാൻ മാസ് നമ്പർ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അതേപോലെ തന്നെ ഇലക്ട്രോൺ വിന്യാസം വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആളിലേക്ക് പോവാണ്. 1H1 നമുക്കറിയാം താഴെ എഴുതുന്ന സംഖ്യയായിരിക്കും
അറ്റോമിക് നമ്പർ എപ്പോഴും ചെറിയ നമ്പർ ആയിരിക്കും, മാസ് നമ്പർ എപ്പോഴും വലിയ നമ്പർ ആയിരിക്കും. പക്ഷേ ഹൈഡ്രജൻ്റെ ഈ ഒരു കേസിൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തുല്യമാണ്. അറ്റോമിക് നമ്പർ 1 ആണ്, മുകളിൽ എഴുതിയത് 1 ആണ്, മാസ് നമ്പർ 1 ആണ്. സ്വാഭാവികമായിട്ടും എത്ര പ്രോട്ടോൺ ഉണ്ട്? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറിന് തുല്യമാണ്, ഇലക്ട്രോണും അറ്റോമിക് നമ്പറിന് തുല്യമാണ് അല്ലേ? അല്ലെങ്കിൽ പ്രോട്ടോൺ എത്ര ഉണ്ടോ അത്രയും ഇലക്ട്രോൺ ഉണ്ടാകും. ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ന്യൂട്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മാസ് നമ്പറിൽ നിന്നും, മാസ് നമ്പറിനെ നമ്മൾ എ എന്ന് എഴുതാം, അറ്റോമിക് നമ്പറിനെ സെഡ് എന്ന് എഴുതാം. എയിൽ നിന്നും സെഡ് കുറക്കുക, മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറക്കുക. 1 - 1 0. ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആറ്റമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതും ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, 1 എന്ന് എഴുതുകയേ നിവൃത്തിയുള്ളൂ. ശരി, കാർബൺ അറ്റോമിക് നമ്പർ ചെറിയ നമ്പർ 6 ആണ്, മാസ് നമ്പർ 12 ആണ്. സോ 6 പ്രോട്ടോൺ 6 ഇലക്ട്രോൺ, 12ൽ നിന്നും -6 ചെയ്താൽ 12 - 6 തന്നെ കിട്ടും. ഇലക്ട്രോൺ വിന്യാസം 6 ഇലക്ട്രോണുകളാണ് മക്കളെ ഉള്ളത്. ഒന്നാമത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 4, രണ്ടും കൂടി കൂട്ടിയാൽ 6 കിട്ടണം. 18 40 ആണ് ആർഗണിൻ്റേത് വന്നിട്ടുള്ളത്. അറ്റോമിക് നമ്പർ 18, മാസ് നമ്പർ 40, പ്രോട്ടോണിൻ്റെ എണ്ണം 18, ഇലക്ട്രോണുകളുടെ എണ്ണവും 18. 40 - 18 12 എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. 40 - 18. ഇലക്ട്രോൺ വിന്യാസം 18 ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തേതിൽ 8, 2ഉം 8ഉം 10 ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ സ്വാഭാവികമായിട്ടും 8 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ ഏതൊരു ആറ്റത്തിൻ്റെയും ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായി ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഇതിൽ ഏതാണ് ഐസോടോപ്പ് എന്നുള്ളതാണ്. ഐസോടോപ്പിൻ്റെ പ്രത്യേകത എന്താ? സെയിം അറ്റോമിക് നമ്പർ എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്നാൽ മാസ് നമ്പർ എന്തായിരിക്കണം? വ്യത്യസ്തമായിരിക്കണം. മാസ് നമ്പർ എ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കണം. അറ്റോമിക് നമ്പർ ആയിട്ടുള്ള സെഡ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നോക്കൂ നിങ്ങൾ, ഒരേ അറ്റോമിക് നമ്പർ ഉള്ളത് ആരൊക്കെയാണ്? 18 19 ആണ്, 20 21 ആണ്. സെയിം അറ്റോമിക് നമ്പർ ഉള്ള ആരെങ്കിലും ഇതിലുണ്ടോ? ഇല്ല. ഇതിൽ ആരും എന്തിട്ടില്ല? സെയിം അറ്റോമിക് നമ്പർ ഇല്ല. എല്ലാവരുടെയും അറ്റോമിക് നമ്പർ വ്യത്യാസമുണ്ട്. മാസ് നമ്പർ സ്വാഭാവികമായിട്ടും അവിടെയും വ്യത്യാസം ഉണ്ടാവും. 18 40 ആണ്, 19 39 ആണ്, 20 40 ആണ്, 21 40. നമ്മൾ പറയും ഐസോടോപ്പുകൾ ഇതിൽ ആരുമില്ല. നേരെ മറിച്ച് ഐസോബാർ ഉണ്ട്. ഐസോബാർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ. ഐസോബാർ എന്ന് പറയുമ്പോൾ സെയിം മാസ് നമ്പർ സെയിം ആയിരിക്കും, എന്നാൽ ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ. കണ്ടോ, എക്സും വൈയും ഐസോബാർ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ തന്നിരിക്കുന്നതിൽ ആരും എന്തില്ല? ഐസോടോപ്പ് ആയിട്ടില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ പറ്റിക്കപ്പെടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. മാറിപ്പോവരുത്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, ഐസോടോപ്പ് അല്ലെങ്കിൽ ഐസോബാർ പഠിച്ചു വെക്കുക, പരസ്പരം മാറിപ്പോവരുത്. ഓക്കെ, ഇനി എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് നമ്മൾ ഐസോടോപ്പിൻ്റെ ഉപയോഗവുമായിട്ട്. എന്തായാലും ഒരു ചോദ്യം മക്കളെ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ആ ഐസോടോപ്പുകളുടെ പേരും അതിൻ്റെ ഉപയോഗവും കൃത്യമായി മനസ്സിലാക്കണം. കാർബൺ 14 നമുക്കറിയാം ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് ഉപയോഗിക്കുക. ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പ് ഉണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. 1H1 ആണ് പ്രോട്ടിയം, 1H2 ആണ് ഡ്യൂട്ടീരിയം, 1H3 ആണ് ട്രിഷ്യം. അതിലെ ഡ്യൂട്ടീരിയം നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിലാണ് ഉപയോഗിക്കുക. യുറേനിയം 235 എന്നുള്ളത് ന്യൂക്ലിയർ റിയാക്ടറിൽ തന്നെയാണ്, പക്ഷേ ഫ്യൂവലായിട്ടാണ്. ഇയാൾ മോഡറേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുക, ഇയാൾ ഫ്യൂവലായിട്ട് ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അയോഡിനും കൊബാൾട്ടും നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോസ്ഫറസ് 31 നമുക്കറിയാം ന്യൂട്രിയൻ എക്സ്ചേഞ്ചിങ് പ്ലാന്റ്സ്, സസ്യങ്ങളിലെ ന്യൂട്രിയൻറ്റിൻ്റെ എക്സ്ചേഞ്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഐസോടോപ്പുകളുടെ ഉപയോഗം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ചോദ്യങ്ങൾ നോക്കുന്നത്. ബാക്കിയുള്ള ഓരോ ചോദ്യങ്ങളുടെയും നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് കാണാം. തീർച്ചയായും ബാക്കിയുള്ള വീഡിയോകൾ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ പാഠത്തിൻ്റെ ചോദ്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്